ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു Q&A സെഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഫോർ മൈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു Q&A ചെയ്യാമെന്ന്. സോ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ്, കുറേ പേര് മറ്റേ ഹായ്, ഹലോ, ഹൗ ആർ യു, അങ്ങനത്തെ നോർമൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. പിന്നെ ഒന്ന് കാണാൻ പറ്റുമോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ അതൊക്കെ മാറ്റിയിട്ട് കുറച്ച് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ, വിച്ച് കോഴ്സ് ആർ യു സ്റ്റഡിയിങ്? അപ്പം അറിയാത്തവർക്കും എല്ലാവർക്കും അറിയാം, ഞാൻ അതിനൊരു വ്ളോഗ് വരെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. ബട്ട് ഒന്നുകൂടി പറയാം, ഞാൻ ചെയ്യുന്നത് റീനൽ ഡയാലിസിസ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. ആൻഡ് JSS മെഡിക്കൽ കോളേജ് മൈസൂരാണ് ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 3 വർഷം പഠിച്ചു കഴിഞ്ഞു, ഇപ്പം ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് കോഴ്സും കാര്യങ്ങൾ. ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ MBBS ആണോ ചെയ്യുന്നത്? ഞാൻ MBBS അല്ല ചെയ്യുന്നത്. റീനൽ ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു പാരാമെഡിക്കൽ കോഴ്സാണ്. സോ ആൻഡ് അതിൻ്റെ റിഗാർഡിങ് കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡീൽ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഈ MBBSനെ കുറിച്ച് ചോദിച്ചിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ MBBS അല്ല പഠിക്കുന്നത്, ഞാൻ അവിടെ ഒരു പാരാമെഡിക്കൽ കോഴ്സാണ് പഠിക്കുന്നത്. സോ MBBSനെ കുറിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് എനിക്ക് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാൻ പറ്റത്തില്ല, ബിക്കോസ് ഞാൻ MBBS അല്ല ചെയ്യുന്നത്. സോ അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഹൗ ഡു യു ഫേസ് ഹാർഡ് ടൈംസ്? ഞാൻ എങ്ങനെയാണ് ഹാർഡ് ടൈംസ് ഫേസ് ചെയ്യാന്നാണ് ചോദിച്ചത്. സീരിയസ്ലി ഞാൻ പറയട്ടെ നിങ്ങളുടെ അടുത്ത്, ഹാർഡ് ടൈംസ് എന്ന് പറയുമ്പം എനിക്ക് കുറേ ഹാർഡ് ടൈംസ് ഉണ്ട്. കുറേ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഹാർഡ് ടൈംസ് വന്നിട്ടുണ്ട്. ഈ റീസെൻ്റ്ലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒക്കെ ഹാർഡ് ടൈംസ് ത്രൂയിലൂടെ ഞാൻ കടന്നുപോയ ഒരാളാണ്. ആൻഡ് ഹൗ ഡു യു ഫേസ് ഹാർഡ് ടൈംസ് എന്ന് ചോദിക്കുമ്പം ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ, നമുക്കൊരിക്കലും അറിയില്ല എപ്പോഴാണ് ആ ഒരു ഹാർഡ് ടൈം നമ്മളെ ലൈഫിലേക്ക് കടന്നു വരുന്നതെന്ന്. ആൻഡ് വന്നു കഴിഞ്ഞാൽ അതങ്ങ് ഡീൽ ചെയ്യുക. ഞാൻ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മിക്കവാറും അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പം എന്തൊരു കാര്യം നടന്നാലും അത് എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ, അല്ലെ എനിക്കതൊരു ഭയങ്കര വിഷമം തോന്നുന്നൊരു കാര്യമാണെങ്കിൽ ആദ്യം അതങ്ങ് എന്ത് കേട്ടാലും ആദ്യം അത് ഞാനങ്ങ് ആക്സെപ്റ്റ് ചെയ്യും. ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം ഫസ്റ്റൊക്കെ, പക്ഷേ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം അതാണ് റിയാലിറ്റി. അതിൻ്റെ മുന്നിലോ പിന്നിലോ ഇനിയൊന്നും ചെയ്യാൻ നമുക്കില്ല. വി ആർ ഡൺ വിത്ത് ഇറ്റ് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദാറ്റ് വി ആർ ഡൺ വിത്ത് ദാറ്റ്. അതുകൊണ്ട് ഇനി അത് ആക്സെപ്റ്റ് ചെയ്യാന്നല്ലാതെ വേറൊരു മാർഗം നമ്മുടെ മുന്നിലില്ല. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്തിലൂടെയാണോ ഞാൻ അത് കടന്നു പോകുന്നത്, ഞാൻ അങ്ങ് ടൈം എടുത്ത് ആക്സെപ്റ്റ് ചെയ്ത് എന്നിട്ടത് ഫേസ് ചെയ്യും. നമ്മളെന്തും നമുക്ക് ഫേസ് ചെയ്തല്ലേ പറ്റൂ. നമുക്കൊരിക്കലും നമുക്കൊരു ഹാർഡ് ടൈംസിൽ വേറൊരാൾക്കും അത് നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും ചിലപ്പം മൈൻഡിൽ കത്തിന്ന് വരില്ല. സോ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഡീൽ ചെയ്യുക. ഞാൻ എങ്ങനെ ഡീൽ ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കൂടുതൽ ഓർക്കാതിരിക്കും ആ കാര്യത്തിനെ കുറിച്ച്. ഓർത്താൽ പ്രശ്നമാണ്. ഇപ്പോൾ എന്തൊരു കാര്യം ആയിക്കോട്ടെ, എന്തിലാണോ ഞാൻ ഫേസ് ചെയ്യുന്നത്, ഹാർഡ് ടൈമായിട്ട് ഫേസ് ചെയ്യുന്നത്, അത് ഞാൻ കൂടുതലായിട്ട് ആലോചിക്കാറില്ല. ഈവൻ ആലോചന വന്നാൽ തന്നെ അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് വേറെ ഒന്നെങ്കിലും പുറത്തു പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവി കാണുക. എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഞാൻ ഇന്നെ തന്നെ വെക്കും, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കുകയാണ്, എനിക്ക് ഉറക്കവും വരുന്നില്ല എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില ഹാർഡ് ടൈംസ് നമുക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു സിറ്റുവേഷൻ. സോ അപ്പം ഞാൻ ഉറക്കം വരാത്ത സിറ്റുവേഷനിലൊക്കെ ഞാൻ ഒന്നുകിലും സിനിമ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോസ് ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കും. അങ്ങനെയൊക്കെ ഞാനൊക്കെ നല്ല രീതിക്ക് ബുദ്ധിമുട്ടിയിട്ടുള്ള കുറേ ടൈമുണ്ട്. അപ്പം അതൊക്കെ, പക്ഷെ അത് ആ ഒരു ഫേസ് ഒരു 3-4 ദിവസമായിരിക്കും നമ്മൾ ആ ഒരു ഹാർഡ് ടൈംസിൽ കടന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ബി ലൈക്ക് ഓക്കെ ഫൈൻ. കാരണം ഇതാണ് റിയാലിറ്റി, ഇതാണ്, ഇനിയൊന്നും ഇതിലപ്പുറം നടക്കാനില്ല. സോ
ലെറ്റ് ബി എന്ന് പറഞ്ഞൊരു മൈൻഡിലാവും നമ്മളതായിട്ടുള്ള ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതിലേക്കൊക്കെ നമ്മൾ മൂവ് ഓൺ ചെയ്യും, അത്ര തന്നെ. അപ്പം അതാണ് എനിക്ക് ഈ ഹാർഡ് ടൈംസിനെ കുറിച്ച് പറയാനുള്ളത്. അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വാലിറ്റി പോലെ ഇരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഹാർഡ് ടൈം ഫേസ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല വേറൊരാൾ ഹാർഡ് ടൈം ഫേസ് ചെയ്യാം. അതൊക്കെ ഡിപ്പെൻസ് അപ്പോണാണ്, മനസ്സിലായോ? അപ്പം അങ്ങനെ ഹാർഡ് ടൈംസ് ഒക്കെ അങ്ങനെ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കറണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. വാവ്, കറണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. ഇത് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ്, കുറേ ആൾക്കാർ ഇതേ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ കറണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഐ ആം സിംഗിൾ. നല്ല രീതിക്ക് സിംഗിളാണ്. ഐ ഡോണ്ട് ഹാവ് എനി കമ്മിറ്റ്മെൻറ്റ്സ്, ഒന്നുമില്ല. കാരണം ഞാൻ ഇപ്പോൾ സിംഗിളാണ്. എനിക്ക് എന്താ പറയുക, റിലേഷൻഷിപ്പും കാര്യങ്ങളിലും ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് നോക്കുന്നില്ല. ബിക്കോസ് ഐ ഹാവ് സോ മച്ച് ഓഫ് പ്ലാൻസ്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ നടന്ന്. പിന്നെ ഇനിയൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. ചുറ്റുമുള്ള കാര്യങ്ങൾ, ചുറ്റുമുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ റിലേഷൻഷിപ്സ്, അത് ഇതൊക്കെ കാണുമ്പം എനിക്ക് ഉള്ളിൻ്റെ പേടിയാണ്. ലൈക്ക് കുറേ കഥകളൊക്കെ കേൾക്കുമ്പം ഇട്ടച്ച് പോകുന്നു, ചിലർ ഗോസ്റ്റ് ചെയ്ത് പോവും, ചിലർ ചീറ്റ് ചെയ്ത് പോവും, ചിലർ വേണ്ടാന്ന് വെക്കും. അങ്ങനെ പെട്ടെന്ന് എനിക്ക് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. താങ്ങാൻ പറ്റും, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും താങ്ങാൻ പറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ ചുറ്റും നടക്കുന്ന കുറേ ബ്രേക്കപ്സും കാര്യങ്ങളൊക്കെ കാണുമ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു സിംഗിൾ ഫേസാണ് നല്ലത്. കാരണം വേറൊരാൾ നമ്മളെ വേദനിപ്പിക്കാനില്ല, അല്ലെങ്കിൽ വേറൊരാൾ കാരണം നമ്മൾ പെയിൻ അനുഭവിക്കേണ്ട ലൈക്ക് ഒന്നുമില്ല. അപ്പം ഇനിയിപ്പം ഞാൻ ഒരാളെ നോക്കുകയാണെങ്കിൽ അയാൾ ഇനി ബ്രേക്കപ്പ് ആക്കി പോയാൽ റിലേഷൻഷിപ്പ് ആകുമ്പോൾ ബ്രേക്കപ്പ് ഉണ്ടാകും, അതൊക്കെ നോർമലാണ്, ഫൈൻ. അപ്പം ഞാൻ ഈ റീസെൻ്റ്ലി 2 ദിവസം മുന്നേ കൂടി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രേക്കപ്പ് സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഞാൻ അങ്ങ് സ്റ്റെക്കായി. ഈവൻ അവൻ്റെ ബ്രേക്കപ്പ് സ്റ്റോറി ആണെങ്കിലും ഞാൻ അവിടെ ഇരുന്ന് മോങ്ങാൻ തുടങ്ങി. ബിക്കോസ് എനിക്ക് ഭയങ്കര അത്രയും ലൈക്ക് ഒരു 8 years എന്തോ റിലേഷൻഷിപ്പ് ആയിരുന്നു അങ്ങനെ. അപ്പം ഞാൻ അതൊക്കെ കേട്ടപ്പോൾ എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ലൈക്ക് അത്രയേ ഉള്ളൂ ഞാൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെ എനിക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പേടിയാണ്. ആൻഡ് മേ ബി എന്ന് വെച്ചാൽ ഞാൻ തീരെ നോക്കൂല എന്നല്ല, നോക്കും. പക്ഷേ ഇപ്പം കുറച്ച് കാലത്തേക്കൊന്നും വേണ്ടാന്ന് വിചാരിച്ചതാണ്. ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. ഇനി എന്തിനാ വെറുതെ അതൊക്കെ ഒന്ന് മാറി, അല്ലെങ്കിൽ ഒരു അങ്ങനെ പോവില്ല അല്ലെങ്കിൽ ഇതാക്കൂല എന്നൊരു ഉറപ്പ് കിട്ടുന്ന ഒരാളൊക്കെ എൻ്റെ ലൈഫിലേക്ക് വന്നാൽ ചിലപ്പോൾ ഞാൻ നോക്കും. അപ്പം ഞാൻ അറിയിക്കാം. പിന്നെ വേറെ പലരും വന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് ലൈക്ക് കറൻ്റ്ലി ആരെ കൂടെയെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ, അത് കുറേ വന്ന ക്വസ്റ്റ്യൻസാണ്. ഡേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല. ഞാൻ ഇപ്പം ആരെടുത്തും ഡേറ്റിങ് പോലും ചെയ്യാറില്ല. ബിക്കോസ് അതിനുള്ള ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ലൈക്ക് അതിനുള്ള ഇതിലൊന്നുമല്ല ഞാൻ ഡേറ്റ് ചെയ്തിട്ടുമില്ല. ഇപ്പം കറൻ്റ്ലി ആരെയും ഡേറ്റ് ചെയ്യുന്നുമില്ല. ഇനി അങ്ങോട്ട് അറിയില്ല. ഇപ്പം സിംഗിളാണ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. And moving to our third question, അല്ലേ? അല്ല, 4th question. Did you keep boundaries in friendship? Did you keep boundaries in friendship എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ ബൗണ്ടറീസ് വെച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ ഒരു വിധത്തിലും ബൗണ്ടറീസ് വെച്ചിട്ടില്ലാത്ത ഒരാളായിരുന്നു. ബിക്കോസ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് കാണുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ, അവരെ ഹാപ്പി ആക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി കട്ട സപ്പോർട്ടിൽ നിൽക്കുക, അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഈ റീസെൻ്റ്ലി കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടായതിൻ്റെ ശേഷം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇപ്പം ഞാനൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എനിക്കൊരു 50 തന്നാൽ ഞാൻ അവിടെ 200 കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു 150 കൊടുക്കും നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതൊക്കെ കുറച്ച് ഓവറാണെന്ന് എനിക്ക് ഈ കഴിഞ്ഞ കുറച്ച് മനസ്സിലായ ഒരു കാര്യമാണ്. ലൈക്ക് ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ ബൗണ്ടറീസ് വെക്കണം. ഈവൻ എൻ്റെ വീട്ടുകാരാണെങ്കിലും എൻ്റെ സിസ്റ്റർ ആണെങ്കിലും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ വരെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം യു ഷുഡ് കീപ് ബൗണ്ടറീസ് ഇൻ യുവർ ഫ്രണ്ട്ഷിപ്പ്.
കാരണം ഞാൻ അത് ഒട്ടും വെക്കാത്ത ഒരാളായിരുന്നു. ബൗണ്ടറീസ് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ വെച്ചിട്ടില്ല. കാരണം അവര് എന്ന് പറയുമ്പം എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ അത്രയും വാല്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ അവർക്ക് വേണ്ടി എന്തും ചെയ്യും. ലൈക്ക് യുനോ അവർക്കൊരു ഹാർഡ് ടൈം വന്നാൽ ഞാൻ കൂടെ നിൽക്കും. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്കൊരു സിറ്റുവേഷൻ വരുമ്പം, എനിക്കൊരു ഹാർഡ് ടൈം വരുമ്പം പലരും എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. പലരെയും വിളിച്ചാൽ പോലും കിട്ടത്തില്ല. ആൻഡ് പലർക്കും പല തിരക്കായിരിക്കാം. അപ്പൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ യു ഷുഡ് കീപ് ബൗണ്ടറീസ്. പിന്നെ അത് മാത്രമല്ല, ചിലരൊക്കെ നമ്മളെ ആ ഒരു നമ്മൾ ഇങ്ങനെയൊരു നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഇത്രയൊരു ഫ്രീഡം നമ്മൾ വാരിക്കോരി കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ അത് യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. അതും എനിക്ക് റീസെൻ്റ്ലി മനസ്സിലായ ഒരു കാര്യമാണ്. സോ യു ഷുഡ് കീപ് ബൗണ്ടറീസ് ഇൻ യുവർ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള കാര്യം. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ബൗണ്ടറീസ് വെക്കാം എന്നൊക്കെ. ഇപ്പം ടച്ച് കൂടി ഇപ്പം ഞാൻ അങ്ങനെ കുറേ സ്ട്രേഞ്ചേഴ്സായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളെ കണ്ട് സംസാരിച്ച് അവരെ അങ്ങ് ഫ്രണ്ടാക്കി ആ ഒരു അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം ഞാൻ നല്ല രീതിക്ക് ബൗണ്ടറീസ് വെക്കുന്നു. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരാളെ അടുത്ത് പോകുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര അറിയാത്ത ഒരാളുടെ അടുത്ത് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. എൻ്റെ ഒരു സ്പേസ്, എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള, അവരുടെ അടുത്ത് മാത്രമാണ് ഞാൻ ഭയങ്കര ബ്ലാ പറയുന്നത്. അല്ലാതെ ഇപ്പം ഞാൻ ഭയങ്കര ഒരാളെ കാണുന്നു, അയാൾ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം പണ്ടത്തെ പോലെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കയറി സംസാരിക്കാനോ ഭയങ്കര കമ്പനി ആവാനോ ഒന്നും എനിക്ക് തോന്നാറില്ല. കാരണം കുറേ എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ട് തന്നെ ആയിരിക്കാം. സോ ഇപ്പം ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ ബൗണ്ടറീസ് ഒക്കെ വെക്കലുണ്ട്. ആക്ച്വലി അത് നല്ലതാണ്. നമ്മളെ ഫ്രണ്ട്ഷിപ്പിലും ഒരു ബൗണ്ടറി വെക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം നാളെ മറ്റന്നാൾ അവരും നമുക്ക് എഗെയിൻസ്റ്റ് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സിറ്റുവേഷൻസ്. അപ്പം അതൊക്കെ ഞെട്ടിപ്പോയ കുറേ കാര്യങ്ങളാണ്. അപ്പം അവർ നമുക്ക് എഗെയിൻസ്റ്റ് എന്തെങ്കിലും ചെയ്ത് നമുക്ക് എഗെയിൻസ്റ്റ് നിന്ന് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അത്ര പോലും ബൗണ്ടറീസും കാര്യങ്ങളും വെക്കാതെ അവരത്രയും കൂടെ കൊണ്ട് നടന്നിട്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ എഗെയിൻസ്റ്റ് പറഞ്ഞെന്നൊക്കെ പറയുമ്പം ഇറ്റ് സീംസ് ടു ഡിഫിക്കൾട്ട് ഫോർ മീ. അപ്പം ഞാനൊക്കെ അങ്ങ് ഇല്ലാണ്ടായി പോയ കുറച്ച് ടൈമൊക്കെ ഉണ്ട്. അതിൻ്റെ ശേഷം എനിക്ക് മനസ്സിലായി ബൗണ്ടറീസ് വെക്കുന്നതാണ് നല്ലത്. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി പ്ലാൻസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ കോഴ്സ്? എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എന്താണെന്നാണ് ചോദിച്ചാൽ, ഇൻറ്റേൺഷിപ്പ് ഇപ്പം കഴിഞ്ഞിട്ടില്ല. ഇൻറ്റേൺഷിപ്പ് ഇനി ഒരു 5-6 months മോർ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എന്താ ചോദിച്ചാൽ, എനിക്ക് മാസ്റ്റേഴ്സ് എടുക്കണം എന്ന് തന്നെ പ്ലാൻ. കാരണം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജോബിന് കയറുന്നില്ല. മാസ്റ്റേഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ജോബ് നോക്കുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടച്ച് വുഡ് അതൊക്കെ നടന്നിട്ട് പറയാം. നടക്കുന്നതിന് മുന്നേ ഞാനൊന്നും പറയുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു വഴിയും അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇപ്പം നാട്ടിൽ വന്നത്. നോക്കട്ടെ, അതിൻ്റെ കുറച്ച് പ്ലാൻസ് ഞാനിപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ എന്തായതെന്നും പറയുന്നില്ല. നടന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും യൂട്യൂബിൽ തന്നെ ഞാൻ പറയുന്നതായിരിക്കും എന്തായിരുന്നു ഏതായിരുന്നു എന്നൊക്കെ. സോ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തായാലും ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യും. അത് ഇപ്പോഴല്ലെങ്കിലും ചെയ്യും, മാസ്റ്റേഴ്സ് ചെയ്യും എന്നാണ് പ്ലാൻ. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്ലാൻ ഉണ്ടെന്ന്. അത് നടക്കുകയാണെങ്കിൽ അതും അതിൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ അത്ര തന്നെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒന്ന് കാണാൻ കിട്ടും നിങ്ങളെ? അങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാണാൻ കിട്ടുമോ ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഫ്രീ ആവുമ്പോൾ നിങ്ങൾ വിളിക്കൂ, ഞാൻ നിങ്ങളെ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഹൗ ഡു യു ഡീൽ വിത്ത് സ്ലീപ്ലെസ് നൈറ്റ്സ്? ഇത് എന്നെ അറിയുന്ന ഒരാളാണ് ചോദിച്ചത്. കാരണം അവനറിയാം ഞാനിപ്പോൾ സ്ലീപ്ലെസ് നൈറ്റ്സ് എനിക്ക് കൂടുതൽ ഉണ്ടായിട്ടുണ്ട് റീസെൻ്റ്ലി എന്ന്. അത് അറിഞ്ഞുകൊണ്ട് ചോദിച്ചതാ. എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ എങ്ങനെ ഡീൽ ചെയ്യാനാ? ഞാൻ പറഞ്ഞല്ലോ, അത്രയും ഉറക്കില്ലെങ്കിൽ ഞാൻ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ചിരുന്ന് സംസാരിക്കും. എന്നിട്ട് തന്നെ അങ്ങ് ഉറങ്ങിപ്പോവും. അല്ലെങ്കിൽ അപ്പം കൂടുതൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ചിലപ്പോൾ നമുക്ക് ഉറക്ക് വരുമല്ലോ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സിനിമ കാണും അങ്ങനെ. പിന്നെ
സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ടാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നമ്മളെ ഉള്ളിലൊരു പ്രശ്നം അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഒരു ടെൻഷൻ എന്തെങ്കിലും നമ്മളെ ബോദർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ടാവുക ഫസ്റ്റ് ഓഫ് ഓൾ. അല്ലാതെ ചുമ്മാ സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ടാവത്തില്ലല്ലോ. അപ്പം ഒന്നുകിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ബിസിയായി ഒരു ദിവസം ഫുൾ ബിസി ആണെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് രാത്രി ഒന്ന് ഉറങ്ങാൻ പറ്റും ക്ഷീണം കൊണ്ട്. അല്ല തിരിച്ച് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞാനിങ്ങനെ ഫേസ് ചെയ്യുന്നത് ഞാൻ ഒന്നുകിൽ സിനിമ കാണുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു കുറച്ചാകുമ്പോഴത്തേക്കും നമ്മളങ്ങ് ഉറങ്ങിപ്പോവും. നമ്മളെന്നെ അറിയത്തില്ല, നമ്മളങ്ങ് ഉറങ്ങിപ്പോവും. അതൊരു ഗുഡ് ടെക്നിക്കാണ്. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും വിളിക്കുക, സംസാരിക്കുക, ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും, അത് അല്ലാത്ത പക്ഷം ഞാൻ സ്പോട്ടിഫൈയിൽ പാട്ട് വെക്കും, അതിങ്ങനെ കേട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ ഉറങ്ങും. അത്രേ ഉള്ളൂ. വേറെ എങ്ങനെയാണ് ഡീൽ ചെയ്യുക വെച്ചാൽ ഇതൊക്കെ തന്നെ. വേറെ എങ്ങനെ കാര്യമായിട്ടും ഞാൻ ഒന്നും ചെയ്യാറില്ല. ഇതൊക്കെയാണ് ഞാൻ സ്ലീപ്ലെസ് നൈറ്റ്സ് ഡീൽ ചെയ്യുക. അല്ലാതെ വേറെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എനിത്തിങ് ദാറ്റ് മേക്ക് യു സ്റ്റക്ക് ഇൻ യുവർ ലൈഫ്? ഓഫ് കോഴ്സ് ഒരു 6 months ബാക്ക് ആണ് സത്യം പറഞ്ഞ ഫസ്റ്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ സ്റ്റക്കായി നിന്ന് പോയൊരു നിമിഷം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 6 months ബാക്ക് എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന്, സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് 6 months ബാക്ക് March 9th എൻ്റെ ബർത്ത്ഡേൻ്റെ അന്നാണ് ഞാൻ ഇങ്ങനെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ സ്റ്റക്കായി നിന്ന് പോയൊരു നിമിഷം. അതിൻ്റെ കാരണം എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് അത് ഭയങ്കര കുറച്ച് പേഴ്സണലാണ്. പക്ഷേ ആ ഒരു മൊമെൻ്റാണ് ഞാനിങ്ങനെ ലൈഫിൽ ഇങ്ങനെ സ്റ്റക്കായി നിന്നുപോയൊരു സമയം. കാരണം എന്താ വെച്ചാൽ ടച്ച്വുഡ് അപ്പം എൻ്റെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈം. ബിക്കോസ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, എൻ്റെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മൊമെൻ്റാണ് ഞാനിങ്ങനെ സ്റ്റക്കായി പോവുക എന്ന് പറയില്ല. ലൈഫിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കായി ഫ്രീസായി പോയൊരു നിമിഷം ഉണ്ടെങ്കിൽ എനിക്കതാണ്. ഒന്നുമില്ല, നമുക്ക് ഒട്ടും നമ്മളൊരു പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഉണ്ടായി, അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അതങ്ങ് നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത ഒരാളെ സൈഡിൽ നിന്നാണെന്നും കൂടി ആലോചിക്കുമ്പം നമ്മളങ്ങ് സ്റ്റക്കായി. ഞാനങ്ങ് സ്റ്റക്കായി. നല്ല രീതിക്ക് ഞാനിങ്ങനെ സ്തംഭിച്ചു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആയിപ്പോയി. ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു വ്യക്തിൻ്റെ കയ്യിൽ നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അന്ന് നടന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്ന് പോയത്. വേറെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, കാരണം അതങ്ങ് സംസാരിച്ച് ഞാൻ വെറുതെ ഇങ്ങനെ കാട് കയറി എവിടേക്കോ പോയി പോകും. അപ്പം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ബി ഓൾവേസ് ഹാപ്പി? ഞാൻ ഒരിക്കലും, ഇത് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ഓൾവേസ് ഞാൻ ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരാളല്ല, എപ്പോഴും സന്തോഷിച്ച് നടക്കുന്ന ഒരാളല്ല. എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്, എനിക്ക് കുറേ ഹാർഡ് ടൈംസ് ഉണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. അപ്പം ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ കാണുന്നത് എപ്പോഴും ചിരിച്ച ഫേസ്, ചിരിച്ച ഫോട്ടോസ്, പിക്സ്, വീഡിയോസ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഇൻസ്റ്റഗ്രാം ഇസ് എ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാത്രമാണ്. ഇന്നലെയും കൂടി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, ഇറ്റ്സ് എ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അതിലുള്ള പോലെ ആയിരിക്കണം എന്നില്ല നേരിട്ട്, മനസ്സിലായോ? ഇപ്പം ഇന്നലെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, എന്നെ ആദ്യം പേഴ്സണലി അറിയില്ല, പക്ഷെ ഇപ്പം പേഴ്സണലി അറിയുന്ന ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇന്നലെ എന്തോ നമ്മളിങ്ങനെ സംസാരിക്കാൻ പറയായിരുന്നു. ആദ്യം ഞാൻ ഇങ്ങനെ 2 ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കേട്ട്, പിന്നെ ഇൻസ്റ്റഗ്രാം ത്രൂ മാത്രമേ അറിഞ്ഞിട്ടുള്ളായിരുന്നു, അല്ലാതെ പേഴ്സണലി അറിഞ്ഞില്ലായിരുന്നു. അതിൻ്റെ മുന്നേ എനിക്ക് ഭയങ്കര ജാടയാണെന്നും അഹങ്കാരമാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വെൻ ഐ കം ടു യു ആൻഡ് മീറ്റ് യു പേഴ്സണലി സംസാരിച്ചപ്പോൾ മനസ്സിലായത് അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റഗ്രാം ഇസ് എ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അതിൽ നമ്മൾ എന്താ പറയുക, അതൊരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. അതിൽ നമുക്ക് നമ്മുടെ തോട്ട്സ്, നമ്മളെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇടും. എന്നും വെച്ച് ഒരാളെ ഇൻസ്റ്റഗ്രാം പേജ് വെച്ചിട്ടൊന്നും ഒരാളെ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അയാളെ പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കാം, മനസ്സിലായോ?
അപ്പോൾ അതേപോലെ നിങ്ങൾ ഈ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് ഹൗ ഡു യു ലൈക്ക് എന്താണ് ചോദിച്ചത്, ഹൗ യു ആർ ഓൾവേസ് ഹാപ്പി എന്നോ? ഹൗ ക്യാൻ യു ബി ഓൾവേസ് ഹാപ്പി എന്നോ? ഇറ്റ്സ് അപ് ടു ലൈക്ക് ഞാൻ ഒരിക്കലും എന്നും ഹാപ്പി ഒന്നുമല്ല. എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് കുറേ എന്താ പറയുക ബാഡ് ഡേയ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനൊരു കരയുന്ന വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഇല്ല അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പം ഞാൻ അങ്ങനെ എന്നും ഹാപ്പി ഒന്നുമല്ല, ബട്ട് ടച്ച് വുഡ് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നു. പിന്നെ ഇറ്റ്സ് അപ് ടു അസ്, ലൈക്ക് നമ്മളെ കയ്യിലിരിക്കുന്ന പോലെ ഹാപ്പിനെസ്സും സാഡും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തും നടന്നോട്ടെ നമ്മൾ കുറച്ച് പോസിറ്റീവായി നിന്ന് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് അതൊരു ഒരു നെഗറ്റീവ് കാര്യം നമ്മളൊരു പോസിറ്റീവ് തിങ്ക് ചെയ്താൽ ഒക്കെ പലതും അങ്ങനെ അങ്ങ് ആവും. നമ്മൾ തിങ്ക് ചെയ്യുന്നതും എടുക്കുന്ന രീതിയും പോലെ ഇരിക്കും ഓരോ കാര്യങ്ങൾ. അപ്പം ഞാൻ എന്നും ഹാപ്പി ഒന്നുമല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫായി കളിക്കുന്നു. എനി റിലേഷൻഷിപ്പ് അഡ്വൈസ്? റിലേഷൻഷിപ്പ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ അഡ്വൈസ് തരാൻ വലിയ ആളൊന്നുമല്ല. എനിക്കങ്ങനെ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല റിലേഷൻഷിപ്പിൽ. ആൻഡ് അപ്പം ഞാനൊരു അഡ്വൈസ് തരാന്ന് വെച്ചാൽ ഒന്നുമില്ല, ലൈക്ക് ഡു ലവ് ഈച്ച് അതർ. നല്ല രീതിയിൽ സ്നേഹിക്കുക, നല്ല രീതിയിൽ ലോയൽ ആവുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കെയർ വേണം, ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം, ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഞാൻ ഈ അടുത്ത് മനസ്സിലാക്കിയൊരു കാര്യമാണ്. ലൈക്ക് യു ഷുഡ് ഗിവ് പേഴ്സണൽ സ്പേസ് ടു ദം. ലൈക്ക് ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് സ്വന്തമായിട്ടൊരു അവർക്കൊരു ടൈം, ഒരു മൂഡില്ല സംസാരിക്കാനൊക്കെയാണ്, അവർക്ക് കുറച്ചൊരു സ്പേസ് കൊടുക്കുക. അവർ ഓക്കെ ആയി അവർ വന്നോളും കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സംസാരിക്കാനും എന്താ പറയുക നമ്മളെ ശ്രദ്ധിക്കാനും ഒക്കെ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് കുറച്ച് ടൈം എടുക്കും. ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോസും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈം കൊടുക്കുക, സ്പേസ് കൊടുക്കുക. പിന്നെന്താണ്, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെന്താ, എഫേർട്ട് ഇടുക, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എഫേർട്ട് ഇടുക, ലോയലായിരിക്കുക. അങ്ങനെ അഡ്വൈസ് എന്ന് പറയാൻ യു മസ്റ്റ് ബി ലൈക്ക് നമ്മളെ റിലേഷൻഷിപ്പിൽ ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ. അത് നല്ല രീതിക്ക് ഉണ്ടാവണം ഒരു റിലേഷൻഷിപ്പിൽ. ഇപ്പം എനിക്ക് എന്താ പറയുക, എനിക്ക് ഇപ്പം ഏത് റിലേഷൻഷിപ്പ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാലല്ലേ നമ്മൾ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അഡ്വൈസ് എന്ന് ഉള്ളതാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ദ മെയിൻ തിങ് ഇസ്, നമ്മളൊരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിക്കൊണ്ട് ഒരു റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇഷ്യൂ ആയി, പ്രശ്നം ഉണ്ടായെന്ന് വെച്ചോ, യു ഷുഡ് ടോക്ക് ഇറ്റ് ഔട്ട്. മനസ്സിലായോ? അത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അന്നന്ന് സംസാരിച്ച് തീർക്കുക ആ പ്രശ്നത്തിനെ കുറിച്ച്. അല്ലാതെ അത് വലിപ്പിച്ച് കൊണ്ടുപോകരുത് നാളെയോ മറ്റന്നാളത്തേക്കോ. അത് അങ്ങനെ ഇങ്ങനെയും അങ്ങ് തീർക്കുക. അതായിരിക്കും ബെറ്റർ ഫോർ എവറി ഗുഡ് ഹെൽത്തി റിലേഷൻഷിപ്പ്. അല്ലാതെ ഇന്നൊരു പ്രശ്നം ഉണ്ടായി പിന്നെ കഴിഞ്ഞ് പിന്നെ സംസാരിക്കാൻ ആൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ബ്ലോക്ക് ചെയ്ത് പോവുക, കോൾ എടുക്കാതിരിക്കുക, ഇഗ്നോർ ചെയ്യുക, അതൊന്നുമല്ല. ഒരു പ്രശ്നം ഉണ്ടായാൽ യു ഷുഡ് ടോക്ക് ഇറ്റ് ഔട്ട് ആൻഡ് സോർട്ട് ഇറ്റ്. അല്ലാതെ ഇങ്ങനെ എന്താ പറയുക സംസാരിക്കാതെ 2 ദിവസം കഴിഞ്ഞ് 2 ദിവസം ബ്ലോക്ക് ലിസ്റ്റിലിട്ട് 2 ദിവസം ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം വന്ന് ബാക്ക് ടു നോർമലായിട്ട് സംസാരിക്കുന്നതൊന്നും വലിയ ഇറ്റ്സ് നോട്ട് എ സൈൻ ഓഫ് എ ഗുഡ് ഹെൽത്തി റിലേഷൻഷിപ്പ്. അത് മുന്നോട്ട് പോവില്ല. സത്യം പറഞ്ഞാൽ അത് മുന്നോട്ട് പോവില്ല. അതാണ് അതിൻ്റെ ഒരു ഫാക്ട്. അത് ചുമ്മാ ഒരു എന്താ പറയുക ഒരു ടൈം പാസിന് നോക്കുന്ന ആ ഒരു രീതിയിൽ നോക്കുന്ന ആൾക്കാരെന്നെ ഞാൻ പറയും. കാരണം ഒരു പ്രശ്നം വന്നാൽ ഓഫ് കോഴ്സ് യു ഷുഡ് ടോക്ക് ഇറ്റ് ഔട്ട് ആൻഡ് സോർട്ട് ഇറ്റ്. അത്രയേ ഉള്ളൂ. അപ്പം തന്നെ വേണമെന്നില്ല. ഇപ്പം ഇന്ന് എനിക്കിപ്പോൾ ഒരു പ്രശ്നം നടന്ന് ചിലപ്പോൾ അപ്പം തന്നെ ആൾ ചിലപ്പോൾ ദേഷ്യത്തിലേക്കും അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ ദേഷ്യത്തിലേക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റിയ മൂഡിലായിരിക്കില്ല. ഗിവ് സം ടൈം, കുറച്ച് സമയം കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഉറങ്ങുന്ന വരെയെങ്കിലും, ഉറങ്ങുന്നതിൻ്റെ മുന്നേ എങ്കിലും നമ്മൾ ആ കാര്യം സംസാരിച്ച് തീർക്കുക, സോർട്ട് ഇറ്റ് ഔട്ട് ചെയ്യുക. അല്ലാതെ മനസ്സിൽ വെച്ച് കൊണ്ട് നടന്ന് അല്ലെങ്കിൽ ഇഗ്നോറാക്കി ബ്ലോക്ക് ലിസ്റ്റിലിട്ട് കളിക്കാതെ അതങ്ങ് എന്താണോ പ്രശ്നം അതങ്ങ് സംസാരിച്ച് തീർക്കുക, സോർട്ട് ഇറ്റ് ഔട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ അത് കൂടുതൽ വലിച്ചു നീട്ടാൻ പാടില്ല. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ വന്ന് ബാക്ക് ടു നോർമൽ ആവുന്നത് ഒട്ടും ഒരു എന്താ പറയുക, അതൊക്കെ ഒരു ഗുഡ് റിലേഷൻഷിപ്പിൻ്റെ സയൻസേ അല്ല ഞാൻ പറയും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കുക. ദാറ്റ്സ് ഇറ്റ്. അതിൽ കൂടുതലൊന്നുമില്ല. അത്രേ ഉള്ളൂ. ചിലപ്പം അപ്പം റെഡി അല്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ബിഫോർ യുവർ ബെഡ് ടൈം
നിങ്ങളത് സോർട്ട് ഇറ്റ് ഔട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ചില ആൾക്കാർ കുറച്ച് ടൈം എടുക്കും, കുറച്ച് ഒരു പേഴ്സണൽ സ്പേസ് വേണ്ടി വരും. അതിനാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇപ്പം അടി ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പം തന്നെ സോർട്ട് ഇറ്റ് ഔട്ട് ചെയ്യണമെന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ബിഫോർ ഗോയിങ് ടു ദ ബെഡ് നിങ്ങളത് സംസാരിച്ച് തീർക്കുക, അവർക്ക് വേണ്ട ടൈമും സ്പേസും ഒക്കെ കൊടുത്തിട്ട്. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അതാണ് എനിക്കൊരു മെയിൻ അഡ്വൈസ് എന്ന് പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. അതുണ്ടെങ്കിൽ തന്നെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് ഹെൽത്തി വൈസ് പോവും. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, is there any person once who was everything to you but now he is not there in your life? If yes, what do you have to say for them? If there is any person once who was everything to you but now he is not there in your life. Oh, okay. If yes, what you have to say for them? ആദ്യം നമ്മുടെ ലൈഫിൽ എല്ലാമായിരുന്ന ഒരാൾ ഇപ്പം നമ്മുടെ ലൈഫിലില്ല. അങ്ങനത്തെ ഒരാൾ ഓഫ് കോഴ്സ് ഉണ്ട്, അങ്ങനത്തെ ആളുണ്ട്. ആദ്യം നമ്മളെ ലൈഫിൽ എല്ലാമായിരുന്ന ഒരാൾ ഇപ്പം നമ്മളെ ലൈഫിൻ്റെ ഏഴയലത്ത് പോലും ഇല്ല, ലൈക്ക് ലൈഫിൻ്റെ ഒരു അടുത്തൊരു രീതിയിൽ പോലും ഇല്ല. അങ്ങനത്തെ ഒരാളുണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. അവരുടെ അടുത്ത് എന്താ പറയാനുള്ളതെന്നാണോ? വാട്ട് യു ഹാവ് ടു സേ ഫോർ ദം. അങ്ങനെ ഉള്ള ആളെടുത്ത് ഞാൻ എന്താ പറയാനുള്ളത് വെച്ചാൽ, ഒരു ടൈമിൽ എല്ലാം ആയിരുന്നല്ലോ. ഇപ്പം നമ്മളെ ലൈഫിൽ ഇല്ലെങ്കിൽ, എൻ്റെ ലൈഫിൽ ഇല്ലെങ്കിൽ പോലും ഒരു ടൈമിൽ എല്ലാം ആയിരുന്ന ഒരാൾ ആയതുകൊണ്ടും അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഒരു റെസ്പെക്റ്റും സ്ഥാനവും എപ്പോഴും ഉണ്ടാവും. അതിപ്പോൾ ആരാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പം എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്കും ഒരാളെ പകരമാവാൻ പറ്റൂലല്ലോ. ലൈക്ക് പറ്റൂല. വേറൊരാൾക്ക് ആ സ്ഥാനം അവിടെ വന്ന് വേറൊരാളെ അവിടെ റീപ്ലേസ് ചെയ്താലും അയാളെ പോലെ ആവില്ല വേറെ ആരും. ആളെപ്പോലെ ആ ആൾക്ക് മാത്രമേ ആവാൻ പറ്റൂ. സോ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സ്പേസ് എന്നും നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. എന്നും വെച്ച് ഞാൻ അങ്ങനെ യുനോ എന്താ പറയുക, ഇങ്ങനെ എനിക്കത് പറയേണ്ടതെന്ന് അറിയില്ല. ഈ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്നൊരു ഇമോഷണൽ ആയിപ്പോയി. താങ്ക് യു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കേട്ടപ്പോഴേ ഞാനങ്ങ് ഇമോഷണൽ ആയിപ്പോയി. ഞാൻ അത് 2 പ്രാവശ്യം വായിച്ചേ. എല്ലാമായിട്ടുള്ള ഒരാൾ ഇപ്പം നമ്മളെ ലൈഫിലില്ല. അതങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് ഇപ്പം നിൽക്കുന്നു. പക്ഷെ അയാൾക്ക് എന്ത് പറയാനുള്ളത് ചോദിച്ചാൽ ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, നിങ്ങൾക്കുള്ള സ്ഥാനം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അത് എന്നും എപ്പോഴും. കാരണം ആ ഒരു സ്ഥാനം വേറൊരാൾക്കും വന്നങ്ങ് ഇതാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ വേറൊരാൾ വന്നാൽ പോലും ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്കും ഒരാളെ പോലെയും ആവാൻ പറ്റില്ല. ഒരാൾക്കും ഒരാളെയും പകരം വെക്കാനാവില്ല. കാരണം ഓരോ ഇൻഡിവിജ്വാലിറ്റി, എൻ്റെ ഇൻഡിവിജ്വാലിറ്റി ആയിരിക്കണം എന്നില്ല വേറൊരാൾ ഇൻഡിവിജ്വാലിറ്റി. സോ എന്നെപ്പോലെ ഒരിക്കലും വേറൊരാൾക്ക് ആവാൻ പറ്റാത്ത പോലെ നിങ്ങളെപ്പോലെ ഒരിക്കലും വേറൊരാൾക്കും ആവാൻ പറ്റില്ല. അവിടെ വേറെ ആരെ റീപ്ലേസ് ചെയ്ത് വന്നാലും നിങ്ങൾക്കുള്ള സ്ഥാനം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. പിന്നെ ലൈക്ക് ഐ ബിലീവ് ലൈക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം, സംസാരിക്കാം. ഇഫ് യു ആർ റെഡി, അത്ര തന്നെ. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങളെ എങ്ങനെയായാലും പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കട്ടെ. വിചാരിച്ച ഡ്രീംസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പോട്ടെ. ഡ്രീംസും കാര്യങ്ങളൊക്കെ സക്സസ് ആവട്ടെ. എല്ലാം വിചാരിച്ച പോലെ നടക്കട്ടെ. I will be always praying for you. അത്രയൊക്കെ തന്നെ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. കാരണം ഞാൻ എല്ലാം സ്ക്രീൻഷോട്ട് ഇതാ നിങ്ങൾക്ക് കാണാം, എല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ട് വെച്ചതാ. ഞാൻ ഇങ്ങനെ ഇപ്പോഴാണ് ക്വസ്റ്റ്യൻസ് വായിക്കുന്നത്. സോ അപ്പം അത്രേ പറയാനുള്ളൂ. ആള് എവിടെയാണെങ്കിലും നല്ലപോലെ ജീവിക്കട്ടെ, നല്ല ലൈഫ് ആവട്ടെ, വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. എല്ലാ രീതിയിലും എനിക്ക് പറയാൻ അതേ ഉള്ളൂ, വേറൊന്നുമില്ല.
എപ്പോഴും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അങ്ങനത്തെ ഒരു അത് ഇറ്റ്സ് ഓക്കെ, ടോട്ടലി അപ് ടു അപ്പം അത്രയൊക്കെ ഉള്ളു ഗൈസ്. വേറെ ഒന്നുമില്ല പറയാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഇനി അതിനെ കുറിച്ച് ആലോചിച്ച് ഇമോഷണലായിട്ട് ആളാവും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ വാട്ട് മേക്സ് യു ആംഗ്രി എന്നാണ് ചോദിച്ചത്. ലൈക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കുക എന്താണെന്ന് വെച്ചാൽ ലൈക്ക് എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ടൈം പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്ത് എവിടെയെങ്കിലും പോവാന്ന് വിചാരിക്കുമ്പോൾ ലാസ്റ്റ് ടൈം വന്നിട്ട് ഒരാൾ വന്നിട്ട് പറ്റത്തില്ല, എനിക്കിന്ന് അതുണ്ട്, അല്ലെങ്കിൽ എനിക്കിന്ന് വരാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. ഞാൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. കാരണം നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ച് ഓൾറെഡി ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം ശരിയാക്കി വെച്ചിട്ട് ലാസ്റ്റ് ടൈം വന്നിട്ട് ലൈക്ക് എനിക്ക് പറ്റത്തില്ല, ഞാനില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങ് ചൂടാവും. കാരണം ഞാൻ പെട്ടെന്ന് ദേഷ്യമാവും. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അത് എന്നെ പെട്ടെന്ന് ദേഷ്യം പിടിപ്പിക്കും, ഇറിറ്റേറ്റഡ് ആക്കും. പിന്നെ വേറൊരു കാര്യം എന്താ ചോദിച്ചാൽ ലൈക്ക് ഞാൻ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയം, അല്ലെങ്കിൽ എനിക്ക് ഓൾറെഡി എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് ഞാൻ ഇരിക്കുന്ന സമയം എൻ്റെ അടുത്ത് വന്ന് എന്താ പറയുക ഇങ്ങനെ ഒന്ന് തൊടുന്നതോ അല്ലെങ്കിൽ എന്നെ വന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നതോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇഫ് ഐ ആം മൂഡ് ഓഫ് ആണെങ്കിൽ അപ്പം എനിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കണം, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് പറഞ്ഞ് ഞാൻ തന്നെ എൻ്റെ ഒരു സ്പേസിലിരിക്കുന്ന ടൈം വേറെ ആരെങ്കിലും വന്നിട്ട് അതിൽ കയറി ഇടപെടാനോ അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ തന്നെ ഈ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ടൈം കാലം മാറുന്ന ആ ഒരു സമയം വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കും. അല്ലാതെ അങ്ങനെ വേഗം ദേഷ്യം വേഗമൊന്നും അങ്ങനെ ദേഷ്യം പിടിക്കില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വരുമ്പോൾ ഇല്ല, ഇതൊക്കെ തന്നെ ഇപ്പം എൻ്റെ ഒരു ഓർമ്മയിൽ ഇതാണ് എൻ്റെ മെയിൻ കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഐ ലൈക്ക് യുവർ സാരി കളക്ഷൻസ്, വേർ ഡു യു പിക്ക് ഇറ്റ് ഫ്രം? ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ സാരീസൊക്കെ ആകെ ഒരു 3-4 എണ്ണമായിട്ടേ ഉള്ളൂ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ സാരി മേടിച്ചിട്ടുള്ളത്. അല്ലാതെ ബാക്കിയുള്ള സാരീസൊക്കെ എൻ്റെ അമ്മേൻ്റെയോ എൻ്റെ അച്ഛമ്മേൻ്റെയോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ലാതെ എനിക്ക് സ്വന്തമായിട്ടുള്ള സാരി എന്ന് വെച്ചാൽ ഒരു 4-5 സാരിയേ ഉള്ളൂ. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടതിൽ ഒരു 4-5 സാരിയോ എൻ്റെ സ്വന്തമായിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എൻ്റെ അച്ഛമ്മേൻ്റെയോ അമ്മേൻ്റെയോ മൂത്തേൻ്റെയോ ആരുടെങ്കിലുമൊക്കെ ആയിരിക്കും. സോ ഞാനങ്ങനെ ഭയങ്കര മറ്റേ സാരി അങ്ങനത്തെ ഒരാളല്ലേ ഞാൻ. അവരെ നമുക്ക് കടം വാങ്ങി അച്ഛമ്മേനെ ഇവരെ നമുക്ക് വാങ്ങിയിട്ട് ഷൂട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ ഞാൻ യൂഷ്വലി സാരീസ് വാങ്ങിയിട്ടുള്ളത് എവിടുന്നാ ചോദിക്കുകയാണെങ്കിൽ ഒരു സാരി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ആരോ, അപ്പോൾ അതെവിടുന്നാന്ന് എനിക്കറിയത്തില്ല. ഒരു സാരി ഞാൻ ഇവിടെ കല്യാൺ സിൽക്സിന് എടുത്തതാണ്. പിന്നെ വേറെ ഏതൊരു സാരി എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. സാരീസ് ഞാൻ അങ്ങനെ ഭയങ്കര സാരി പേഴ്സൺ ഒന്നുമല്ല. ഞാനിങ്ങനെ ഭയങ്കരമായിട്ടും അവിടെ പോയി പിക്ക് ചെയ്ത് അങ്ങനെയല്ല. ഞാൻ സാരി എടുക്കണം എന്ന് തോന്നുമ്പോൾ ഇവിടെയുള്ള എവിടെയെങ്കിലുമൊക്കെ ഒരു ബുട്ടിക്കിലോ അല്ലെങ്കിൽ ഒരു കല്യാൺ സിൽക്സോ ജയലക്ഷ്മിയോ അവിടെയുള്ള അടുത്തുള്ള സ്റ്റോഴ്സിൽ പോയി നോക്കും, ഇഷ്ടപ്പെട്ട് കണ്ടാൽ എടുക്കും. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ അങ്ങനെ ഞാൻ ഭയങ്കര എന്താ പറയുക ഷോപ്പ് നോക്കി വാങ്ങി അങ്ങനെയൊന്നുമല്ല. ഇഷ്ടപ്പെട്ടത് കണ്ടെങ്കിൽ ഞാൻ മേടിക്കും. ദാറ്റ്സ് ഇറ്റ്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ പകുതി മുക്കാൽ സാരിയും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അമ്മേൻ്റെതോ അല്ലെങ്കിൽ അച്ഛമ്മേൻ്റെതോ അല്ലെങ്കിൽ ആൻറ്റീൻ്റെതൊക്കെ ഇങ്ങനെ കടം വാങ്ങി ഇടുന്നതാണ്. സോ അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്കൊരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഡ്രസ്സ് ചെയ്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടം. ഡ്രസ്സപ്പ് ചെയ്ത് നടക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ലൈക്കിനോ ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നടക്കും. ഇപ്പം ചുമ്മാ ഒരു ചായ കുടിക്കാൻ പോകുമ്പോൾ എൻ്റെ അനിയത്തി ഈസ് ലൈക്ക് നേരെ ഓപ്പോസിറ്റ്. ഞാൻ ചുമ്മാ ഒരു ചായ കുടിക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഡ്രസ്സ് ചെയ്തിട്ട് ഇറങ്ങാം. പക്ഷെ അവള് മറ്റേ ചായ കുടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്തിനാ ഡ്രസ്സ് ചെയ്യുന്നതെന്നുള്ളൊരു. പക്ഷെ എനിക്കെന്തോ ഡ്രസ്സ് ചെയ്ത് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജീൻസും ടോപ്പും അങ്ങനെയൊക്കെ ആണെങ്കിൽ H&M അല്ലെങ്കിൽ ഓൺലൈനിൽ ഞാൻ വാങ്ങുന്നത് കുറവാണ്, എന്നാലും വാങ്ങാനുണ്ട്. പിന്നെ ഏതാ കുറേ സ്റ്റോഴ്സ് പോകാറുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ഒരു സ്റ്റോറിൻ്റെ മാത്രം പിക്കി അങ്ങനെയൊന്നുമല്ല, ഡിഫറെൻറ്റ് സ്റ്റോഴ്സിന് വാങ്ങാറുണ്ട്. വെസ്റ്റ് സൈഡ് മോസ്റ്റ് പ്രോബബ്ലി H&M വെസ്റ്റ് സൈഡ് ആയിരിക്കും ഞാൻ കൂടുതൽ വെസ്റ്റേൺ കൈൻഡ് ഓഫ് തിങ്സ് എടുക്കാറ്.
പിന്നെ സൽവാർസൊക്കെ കൂടുതലും സിൽക്കി, ഇവിടെ ഞങ്ങളെ സിൽക്കിയിൽ ഉണ്ടാവുന്ന അടിപൊളി സൽവാർസൊക്കെ ഉണ്ട്. യാ, അപ്പോൾ അവിടെ നിന്നൊക്കെ എടുക്കാറുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ ഇത്ര എടുക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ, ബാക്കി വന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഹായ്, ഹൗ ആർ യു, അങ്ങനത്തെ ഒരു നോർമൽ ക്വസ്റ്റ്യൻസാണ്. കുറച്ച് ഒരു എന്താ പറയുക, എന്താ നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളതാണ് ഞാനിപ്പോൾ എടുത്ത ഈ ഇത്രയും ക്വസ്റ്റ്യൻ. ഇപ്പം തന്നെ 17-18 ക്വസ്റ്റ്യൻ ആയെന്ന് തോന്നുന്നു. യാ, സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കുറേ പേര് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ചോദിച്ചു, കുറേ പേര് ഡേറ്റ് ചെയ്യുന്നുണ്ടോ ചോദിക്കുന്നു, കുറേ പേര് ഹായ് ഹൗ ആർ യു, കുറേ പേര് കാണാൻ പറ്റുമോ, അങ്ങനത്തെ ഒക്കെ നോർമൽ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത്രയേ ഉള്ളൂ. പിന്നെ കോഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചോദിച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞും ചെയ്തു. ഇതൊക്കെ തന്നെയുള്ളൂ. വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല, ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര് ഭയങ്കരമായി കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻ, അത് അവർക്ക് ഞാൻ നേരിട്ട് റിപ്ലൈ കൊടുത്തോളാം. ഇതിൽ ത്രൂ റിപ്ലൈ കൊടുക്കുന്നില്ല. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഈ ഒരു Q&A. ഇനി വേറെ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല പറയാൻ. സോ ഇതൊക്കെയാണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുക. ഇനിയും ഞാൻ സോ ഇത് തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ടാവും, വീഡിയോനെ എഡിറ്റ് ചെയ്യുമ്പോൾ കാണാം. സോ യാ, ദാറ്റ്സ് ഇറ്റ്. കൂടുതലായിട്ടൊന്നുമില്ല. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ പറഞ്ഞിട്ട് കുറേ ആയെന്ന് തോന്നുന്നല്ലേ. യാ, സോ ദാറ്റ്സ് ഇറ്റ്. Until my next vlog. Ta-ta. Bye-bye. See you.